ഹലോ. നമ്മൾ വൈകുന്നേരം നടക്കാൻ ഇറങ്ങിയതാണേ. ഇവിടെ ഒരു ചെറിയൊരു ട്രക്കിംഗ് സ്പോട്ട് ഉണ്ട്, ഒരു ചെറിയ ഹിൽ ടോപ്പ് ഒക്കെയാണ്. അപ്പോൾ നിങ്ങൾ ഇതൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. വാ. മടുത്തോ? ഹൈക്കിങ് തുടങ്ങിയപ്പോൾ തന്നെ മടുത്തോ? ഇല്ല, മടുത്തില്ല. ഒരു കയറ്റം കയറിയപ്പോൾ തന്നെ മടുത്തിരിക്കുന്നു. ഞങ്ങൾ ഫിൻലൻഡിലെ കാടുകളിലൂടെ ഒരു ഹൈക്ക് ചെയ്യാൻ വേണ്ടി ഇറങ്ങിയതാണ്. ഞങ്ങൾ വിചാരിച്ചത് ഭയങ്കര രസമുണ്ട് കാഴ്ച, അപ്പോൾ നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ എല്ലാം രസമുള്ള സ്ഥലം അപ്പുറത്തുണ്ട്. വിൻ്ററൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ഇവിടെ മഴയായിരുന്നു, നിറച്ച് ചെളിയൊക്കെ പിടിച്ചിരിക്കുകയായിരുന്നു. ഇപ്പോൾ ഇന്ന് മാത്രമാണ് വെയിൽ വന്നത്. ഇന്നലെയൊക്കെ ആണെങ്കിൽ മൂടി കെട്ടിക്കയറും, ഞാനൊക്കെ പറഞ്ഞു ഭയങ്കര മഴയായിരുന്നു. അപ്പോൾ ഇന്ന് വെയിലൊക്കെ ഒന്ന് വന്നിട്ടുണ്ട്. പിന്നെയാണ് ഇലയൊക്കെ വന്ന് തുടങ്ങണേ ഉള്ളൂ, അല്ലേ എന്നമ്മ കുര്യാക്കോസ്? അതെ അതെ, കണ്ടില്ലേ ചെറിയ ചെറിയ ഇലകൾ മുളയ്ക്കുന്നത്? എവിടെ? ഇലയില്ലാത്ത മരങ്ങളുണ്ട് ഇവിടെ. നീ എന്തൊരു ജാക്കറ്റൊക്കെ ഇട്ടാണ്? തണുക്കുണ്ടോ? കണ്ട ഗൈസ്, ഏപ്രിൽ ഇവിടെ തണുപ്പാണ്. ഏപ്രിൽ നാട്ടിൽ ഒടുക്കത്തെ ചൂടാന്ന് തോന്നുന്നു എനിക്ക് നല്ല ചൂടുണ്ടല്ലോ ഡി. പക്ഷെ ഇവിടെയാണിത് ഇപ്പോഴും ജാക്കറ്റ് ഇട്ടാതെ കുറച്ചിട്ട് ഇറങ്ങാൻ പറ്റില്ല. നല്ല കാറ്റുമുണ്ട്, കാറ്റടിച്ചിട്ട് ഇടയ്ക്ക് സംസാരിക്കാനും പറ്റാത്ത അവസ്ഥയാവും. അതാണ് ഫിൻലൻഡ്. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് കാണാൻ പറ്റണത് ഭയങ്കര രസമുണ്ട്. നല്ല രസമുള്ള കാഴ്ചകൾ. അപ്പുറത്തൊരു മലയിലും കൂടെ കയറി കഴിഞ്ഞാൽ ഉണ്ടോ, വളരെ മനോഹരം. ഇവിടെ തന്നെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ നിറച്ച് കാടുകളാണ്. ആ കാടിൻ്റെ ഉള്ളിൽ കൂടെ എല്ലാ വഴികളും കാണും. ഇവരെ ആൾക്കാർ എത്ര മഞ്ഞാണല്ലോ ആ കാടിൻ്റെ ഉള്ളിൽ കൂടെ പിന്നെ പട്ടീനെയും കൊണ്ടൊക്കെ നടക്കാൻ പോകും. സൂര്യൻ അടിക്കുന്നുണ്ട് അവിടുന്ന്. ഫിൻലൻഡ് എന്ന് പറഞ്ഞാൽ ഇത്ര മനോഹരമാണ്, വളരെ മനോഹരമായ ഒരു സ്ഥലമാണ്. ഇത് താഴെ കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഉണ്ടായി കാണുന്നതാണ് ബ്ലൂബെറിയുടെ ചെടികൾ. 2 മാസങ്ങളും കഴിയുമ്പോൾ ബ്ലൂബെറി ഉണ്ടാവും എന്നാണ് ഇവള് പറയുന്നത്. ആണോടിയേ? അതെ അതെ, സമ്മർ ആവുമ്പോൾ നിറച്ച് ബ്ലൂബെറി ആയിരിക്കും. ആണോ? ബ്ലൂബെറി മാത്രമേ ഉള്ളൂ അല്ലേ? വേറൊന്നുമില്ല. എൻ്റെ പെണ്ണി കണ്ടു കഴിഞ്ഞാൽ ഉണങ്ങി നിൽക്കണ വല്ല ചെടികൾ. അന്നമ്മേ, താങ്കൾക്ക് എന്ത് പറയാണ്ട് ഇതിനോട്? ഇത് വളരെ ആശ്ചര്യപ്പെടുത്തുന്ന ഒരു കാഴ്ചയാണ്. എവിടെ ആശ്ചര്യപ്പെടുത്തുന്നു? ആരെങ്കിലൊക്കെ ആശ്ചര്യപ്പെടുത്തുമായിരിക്കും. ഉണ്ടോ, ചെടിയൊക്കെ ഉണ്ടായി വന്നുള്ളൂ, ഇലയൊക്കെ ഉണ്ടായി വന്നതേ ഉള്ളൂ. പക്ഷേ ഇതിനൊരു പ്രത്യേകതയുണ്ട്. നമ്മളൊരു 10 ദിവസം കഴിഞ്ഞിട്ട് വരുമ്പോഴത്തേക്ക് ഈ മരത്തിനൊക്കെ ഇല കുറച്ചും കൂടി വലുതാവും. അത്രയ്ക്ക് സ്പീഡിലാണ് ഇവിടെ ഇലകളൊക്കെ വലുതാവുന്നത്. അത്രയ്ക്ക് സ്പീഡിൽ തന്നെ സമ്മർ മാറി വിൻ്ററും ആവുകയും ചെയ്യും. ആ ഒരു പ്രത്യേകത ഇവിടെ ഉണ്ട്. ക്ഷീണിച്ചും അടുത്ത് തന്നെ ഇരിക്കാൻ പോയിട്ടുണ്ട്. സൂര്യൻ ഇതേ കാണുന്നതാണ് നമ്മുടെ വീട്. ഇവിടെ നിന്ന് അത്രയും നടക്കാണ്ട്. ഇതിപ്പോൾ കാടിൻ്റെ നടുക്ക്. ഇപ്പം നമ്മൾ ഹൈക്കിങ്ങിനും എന്ന് പറയുമ്പോഴത്തേക്കും വലിയ കാടാന്ന് വിചാരിക്കും. അല്ല, അതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും വീടുകളുണ്ട്. പക്ഷേ ചെറിയ മലയാണിത്. അടുത്തോ? ഇല്ലേ? എന്നിട്ട് എന്തിനാ അണക്കണേ? അങ്ങനെ നടന്നു തളരില്ല രാമൻകുട്ടി. അത് ഒടുക്കത് മതിയായ കയറ്റായിരുന്നു. ഞങ്ങളൊരു ഹൈക്കിങ്ങിന് ഇറങ്ങിയതാണ്. രക്ഷയില്ലാത്ത കയറ്റായിരുന്നു.